തീയിലെരിഞ്ഞ് തീരുമ്പോൾ അവർ മനസ്സിലാക്കും ഇന്ത്യ എന്തായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങൾ ആരായിരുന്നു, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു, ഇന്ത്യൻ സൈന്യത്തിൻ്റെ പവർ എന്തായിരുന്നു എന്നുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓരോ വെടിയുണ്ടയ്ക്കും ഓരോ കഥ പറയാനുണ്ടാവും. നീയൊക്കെ കൊന്നൊടുക്കിയ ഓരോ കുടുംബത്തിലെ ആളുകളുടെ കഥകൾ, നീയൊക്കെ കൊന്നൊടുക്കിയ ഓരോ ആളുകളുടെ സ്വപ്നത്തിൻ്റെ കഥകൾ, നീയൊക്കെ കൊന്നൊടുക്കിയ ഓരോ ആളുകളുടെയും ചോരയുടെയും അവരുടെ കണ്ണുനീരിൻ്റെയും അവരുടെ വിഷമങ്ങളുടെയും കഥകൾ. ആ കഥകൾ നിൻ്റെയൊക്കെ നെഞ്ചിൽ തന്നെ വന്ന് പ്രഹരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ പാകിസ്ഥാനിലെ ഈ പറയുന്ന ഭീകരവാദികളുടെ അണ്ണാക്കിൽ നിറയൊഴിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നേർക്കുനേർ നിൽക്കുകയാണ്. അത് കരയിലായിക്കോട്ടെ, കടലിലായിക്കോട്ടെ, ഇനി സമുദ്രത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ജലത്തിലും കരയിലും എല്ലായിടത്തും നമ്മുടെ സൈന്യം വളഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് ഇപ്പുറത്തേക്കോ ഇന്ത്യക്ക് അപ്പുറത്തേക്കോ പാകിസ്ഥാന് വലിയ രീതിയിൽ ഫ്ലൈറ്റ് പറത്താൻ കഴിയില്ല. നേരെ വന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി എത്തുന്നതിന് മുമ്പ് തിരിച്ചു പോക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പ് വെടിവെച്ച് താഴെയിടും. എന്തായാലും മരണം ഉറപ്പാണ്. മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന ഭീരുക്കളുടെ ഒരു കൂട്ടമാണ് പാകിസ്ഥാനിൽ നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യം കണ്ടൊരു ആർജവും ആണത്തമൊന്നും ഇപ്പോൾ ഇല്ല. അതാണ് പറഞ്ഞത്, ഈ ചക്കക്കുഞ്ഞ് പോലെയുള്ള